Unit number 5, Light and Shade. വെളിച്ചവും നിഴലും. So here we are going to see one play and how a play is making and എങ്ങനെയാണ് നമുക്ക് ഈ ഒരു പ്ലേ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ റൈറ്റിംഗ് എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാനുള്ള ഒരു ചാപ്റ്ററൂടെയാണ് ഇത്. ദ ലോൺലി ചൈൽഡ് ആൻഡ് ദ പപ്പി. അപ്പോൾ ഏകനായ ഒരു കുട്ടിയും അവൻ്റെ ഒരു നായക്കുട്ടിയും, അതിനാണ് ഈ ഒരു പ്ലേയുടെ പേര്. സോ വി ക്യാൻ ലുക്ക് ഇൻ ഇറ്റ്. നറേറ്റർ 1. അപ്പോൾ ഇത് അവതരിപ്പിക്കുന്ന ഒന്നാമത്തെ ആൾ. വൺസ് അപ്പോൺ എ ടൈം ഇൻ എ ബിഗ് സിറ്റി ദെയർ ലിവ്ഡ് എ ലിറ്റിൽ ബോയ് വാസ് ഹി. അപ്പോൾ പണ്ട് ഒരു വലിയ പട്ടണത്തിൽ ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ നറേറ്റർ 2. ഹി ഹാഡ് നോ ജോയ് നോ ഫൺ. അവന് ഒരു സന്തോഷമോ അല്ലെങ്കിൽ വിനോദമോ ഒന്നും ഇല്ലായിരുന്നു. നറേറ്റർ 3. ഹി ലിവ്ഡ് വിത്ത് ഹിസ് ഫാദർ ആൻഡ് മദർ. അവനാണെങ്കിൽ മാതാപിതാക്കളോടൊപ്പമാണ് താമസിച്ചിരുന്നത്. എഗെയിൻ നറേറ്റർ 1. സ്റ്റിൽ ഹി വാസ് ലോൺലി. എ ലോൺലി ബോയ് വാസ് ഹി. എങ്കിലും അവൻ തികച്ചും ഏകനായിരുന്നു അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരുന്നു. നറേറ്റർ 2. ദ ഡേയ്സ് വെയർ ലോങ് ആൻഡ് ടെഡിയസ്. അപ്പോൾ ഈ പകലുകൾ എല്ലാം ദൈർഘ്യമേറിയതും വിരസമുള്ളതും ആയിരുന്നു. ടെഡിയസ് മീൻസ് വിരസമുണ്ടാവുക അല്ലെങ്കിൽ വിരസമുള്ള ദിവസങ്ങൾ ആയിരുന്നു. സോ നറേറ്റർ 3. ദ നൈറ്റ്സ് വെയർ ഡാർക്ക് ആൻഡ് ഡൾ. അപ്പോൾ രാത്രികൾ ഇരുണ്ടതും വളരെ ഡള്ളായിട്ടുള്ള, ഡൾ മീൻസ് നമുക്ക് ഒരു രസമില്ലാത്ത ദിവസങ്ങൾ അല്ലെങ്കിൽ രാത്രികൾ ആയിരുന്നു. നറേറ്റർ 1. ഹി ലോങ്ഡ് ഫോർ എ ഗുഡ് ഫ്രണ്ട്. അപ്പോൾ അവൻ ഒരു നല്ലൊരു ഫ്രണ്ടിനെ കിട്ടാനായിട്ട് അതിയായി ആഗ്രഹിച്ചിരുന്നു. അവന് നല്ലൊരു ഫ്രണ്ടിനെ വേണമായിരുന്നു. നറേറ്റർ 2. ഹി ട്രൈഡ് ബട്ട് ഓൾ ഇൻ വെയിൻ. പക്ഷെ അവനാണെങ്കിൽ ശ്രമിച്ചു, അതിനായി അവൻ വീണ്ടും പരിശ്രമിച്ചു. പക്ഷേ അവൻ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയില്ല. അപ്പോൾ ബോയ് പറയുക, ഐ ആം ജസ്റ്റ് എ ലോൺലി ലാഡ് അമിഡ്സ്റ്റ് ദ ഹ്യൂ ആൻഡ് ക്രൈ, മൈ ഹാർട്ട് ലോസ്റ്റ് ആൻഡ് സാഡ്, ഐ ആം ജസ്റ്റ് എ ലോൺലി ബോയ് ലോസ്റ്റ് സംവെയർ ഇൻ ടൈം. അപ്പോൾ ഐ ആം ജസ്റ്റ് എ ലോൺലി ബോയ്, ഞാൻ ഏകനായ ഒരു ബാലനാണ്, അല്ലെങ്കിൽ ഒരു ലോൺലി ലേർഡ് മീൻസ് ഒരു ഏകനായ ഒരു പയ്യനാണ്. അമിഡ്സ്റ്റ് ദ ഹ്യൂ ആൻഡ് ക്രൈ, എല്ലാ കോലാഹലങ്ങൾക്കുമിടയിൽ, അല്ലെങ്കിൽ ഈ ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറയുന്നത് ഈ ഒരു ശബ്ദ കോലാഹലം അല്ലെങ്കിൽ ദേഷ്യപ്പെടൽ, അതിനിടയിൽ ഐ ആം ജസ്റ്റ് എ ലോൺലി ബോയ്, ഞാൻ ഏകനായ ഒരു പയ്യനാണ്. ലോസ്റ്റ് സംവെയർ ഇൻ ടൈം, ഞാൻ എവിടെയോ ഈ കാലത്തിൽ എവിടെയോ മറഞ്ഞു പോയവൻ, അല്ലെങ്കിൽ ഐ ലോസ്റ്റ് സംവെയർ, എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. നറേറ്റർ 1. വൺ ഡേ ഹി വാസ് കമ്മിങ് ബാക്ക് ഫ്രം സ്കൂൾ. ഒരു ദിവസം അവൻ സ്കൂളിൽ നിന്ന് വരികയായിരുന്നു. ഹി സോ എ സ്മോൾ പപ്പി ഓൺ ദ പേയ്മെൻറ്റ് ഓഫ് ദ സ്ട്രീറ്റ്. അപ്പോൾ അവൻ അവിടെ വെച്ച് ഒരു തെരുവോരത്തുനിന്ന് ഒരു നായക്കുട്ടിയെ കണ്ടു. ബോയ്, എ ക്യൂട്ട് പപ്പി, എ ലവ്ലി പപ്പി, എന്ത് ഭംഗിയുള്ള പപ്പിയാണ്. ഹി വെൻറ്റ് നിയർ ദ പപ്പി ആൻഡ് കരേജ്ഡ് ഇറ്റ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ആ പട്ടിക്കുട്ടിയുടെ അടുത്ത് പോയതിന് ശേഷം അവന് അതിനെ താലോലിച്ചു, അവൻ എടുത്തു വെച്ചതിനെ താലോലിച്ചു. ബോയ്, മൈ ഡിയർ പപ്പി, ആർ യു ലോൺലി ടു? എൻ്റെ പ്രിയപ്പെട്ട പട്ടിക്കുട്ടി, നീയും ഒറ്റയ്ക്കാണോ, നീയും ഏകനാണോ? നറേറ്റർ 1. സം പാസർ ബൈ ആസ്ക്ഡ്, വേർ ഈസ് ഇറ്റ്സ് മദർ? അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടിട്ട് അവിടെ കൂടെ പോയ യാത്രക്കാരൻ ചോദിക്കുകയാണ്, ഇതിൻ്റെ അമ്മ എവിടെ? സോ പാസർ ബൈ 2. നോ മദർ ടു ഫീഡ് ഇറ്റ്, പുവർ പപ്പി, ആരും ഇതിനെ നോക്കാനില്ല, പാവപ്പെട്ട ഒരു പട്ടിക്കുട്ടി. ബോയ്, ഓ ഡിയർ, ആർ യു ഹംഗ്രി? ഐ ഹാവ് സം ബിസ്ക്കറ്റ്സ് ഇൻ മൈ സ്നാക്ക് ബോക്സ്, വുഡ് യു ലൈക്ക് ഇറ്റ്? അപ്പോൾ നമ്മുടെ ബോയ് ഉടനെ പറയുകയാണ്, നീ എന്താ ഭയങ്കര വിശന്നിരിക്കുകയാണോ? എൻ്റെ കയ്യിലാണെങ്കിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, എൻ്റെ സ്നാക്ക് ബോക്സിൽ എൻ്റെ കയ്യിൽ കുറച്ച് ബിസ്ക്കറ്റ് ഉണ്ട്, വുഡ് യു ലൈക്ക് ഇറ്റ്? നിനക്ക് അത് വേണം എന്നുണ്ടോ?
നറേറ്റർ 1 ഹി ഗേവ് ദ പപ്പി സം ബിസ്ക്കറ്റ്. അപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു, അവൻ അതിനെ ഇതിന് കുറച്ച് ബിസ്ക്കറ്റുകൾ കൊടുത്തു. നറേറ്റർ 2 ദ പപ്പി ഹാസ് ബീൻ സ്റ്റാർവിങ് ഫോർ സം ഡേയ്സ്. അപ്പോൾ ആ പപ്പി ആണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് അവന് ഇത് വിശന്ന് വലഞ്ഞ് നടക്കുകയായിരുന്നു. ബോയ് പപ്പി മൈ ബിസ്ക്കറ്റ്സ് ആർ ഓവർ. എൻ്റെ ബിസ്ക്കറ്റുകളെല്ലാം തീർന്നു. ഐ വിൽ ഗീവ് യു മോർ ടുമോറോ. ഞാൻ നിനക്ക് നാളെ കുറച്ചുകൂടെ ബിസ്ക്കറ്റുകൾ തരാം. ഐ വിൽ ലീവ് യു. ഞാനിപ്പോൾ നിന്നെ ഇവിടെ ലീവ് ചെയ്യുകയാണ്, അതായത് ഞാൻ പോവുകയാണ്. ബൈ ബൈ മൈ ലിറ്റിൽ പപ്പി. അപ്പോൾ നമുക്ക് പിന്നീട് കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു പോവുകയാണ്. അപ്പോൾ നറേറ്റർ 1 ദ ബോയ് ലെഫ്റ്റ് ദ പപ്പി ദെയർ ആൻഡ് വാക്ക്ഡ് അവേ. അപ്പോൾ ആ ബോയ് എന്ത് ചെയ്തു, ആ പപ്പി അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി. ബട്ട് വിൽ ദ പപ്പി ലീവ് ഹിം. അപ്പോൾ ആ പപ്പി അവനെ വിട്ടിട്ട് അവിടെ തന്നെ നിൽക്കുമോ, അല്ലെങ്കിൽ അവൻ്റെ കൂടെ പോവാതെ അവിടെ തന്നെ നിൽക്കുമോ? നോ നോ, നെവർ നെവർ, ഒരിക്കലുമില്ല. ഇറ്റ് ഫോളോഡ് ദ ബോയ്. അപ്പോൾ നറേറ്റർ 1 പറയാണ്, അവൻ ആ പട്ടിക്കുട്ടി അവനെ ഫോളോ ചെയ്തു, അവൻ്റെ പുറകെ പോയി. ഇറ്റ് ഫോളോഡ് ദ ബോയ് ഓൾ ദ വേ ഹോം. അപ്പോൾ ഇതാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് തന്നെ അവനോടൊപ്പം അവനെ ഫോളോ ചെയ്ത് പോയി. നറേറ്റർ 1 അറ്റ് ഹോം ഹിസ് മദർ വാസ് ദെയർ അറ്റ് ദ ഡോർ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ അവൻ്റെ അമ്മ വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. മദർ സ്റ്റോപ്പ് യു നോട്ടി ബോയ്, വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ഡേർട്ടി പപ്പി. നിനക്കിത് എവിടെ നിന്നാ? അപ്പോൾ അമ്മ അവനോട് ശകാരിക്കുകയാണ്. അപ്പോൾ നിനക്ക് എവിടെ നിന്നാണ് ഈ പട്ടിക്കുട്ടിയെ കിട്ടിയത്? ബോയ് ഐ ഗോട്ട് ഇറ്റ് ഫ്രം ദ സ്ട്രീറ്റ് മോം, എ പ്യുർ ക്യൂട്ട് പപ്പി. എനിക്കിതിനെ സ്ട്രീറ്റിൽ നിന്നാണ് കിട്ടിയത്. ഒരു പാവം നല്ല ഭംഗിയുള്ള ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു പപ്പിയല്ലേ. വൈ ഡിഡ് യു ബ്രിങ് ഇറ്റ് ഹിയർ. നീ എന്തിനാണ് ഇതിനെ ഇവിടെ കൊണ്ടുവന്നത്? മോം ഐ ലവ് ദിസ് പപ്പി വെരി മച്ച് ആൻഡ് ഐ വോണ്ട് ടു കീപ്പ് ഇറ്റ് ആസ് മൈ പെറ്റ്. എനിക്ക് ഈ പട്ടിക്കുട്ടിയെ അല്ലെ ഈ പപ്പിയെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പെറ്റായിട്ട് എനിക്കിതിനെ വളർത്തണം, എനിക്കിതിനെ വളർത്താൻ വേണം. ടു കീപ്പ് എ സ്ട്രീറ്റ് ഡോഗ് ആസ് യുവർ പെറ്റ്? നോ 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 നോ, ത്രോ ഇറ്റ് അവേ ഐ സേ. ഒരു തെരുവ് നായയാണോ നിനക്ക് നിൻ്റെ പെറ്റായിട്ട് സൂക്ഷിക്കേണ്ടത്? അത് പറ്റത്തില്ല. നീ ഇതിനെ ദൂരെ എറിയൂ, അല്ലെങ്കിൽ നീ ഇതിനെ പുറത്തേക്ക് എറിയൂ, അല്ലെങ്കിൽ നിൻ്റെ പെറ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആൻഡ് ദ ബോയ് ബിക്കെയിം സാഡ്. അപ്പോൾ ആ ബോയ്ക്ക് ഭയങ്കര സങ്കടമായി. മിസ്അണ്ടർസ്റ്റുഡ് ആൻഡ് അഫ്രൈഡ് ദ ലോൺലി ബോയ് സിറ്റ് വിത്ത് ഗ്രേ ക്ലൗഡ് അബവ് ഹിസ് ഹെഡ് സൈലൻ്റ്ലി സ്നിഫ്ലിംഗ് ടു ഹോൾഡ് ദ ടീയേഴ്സ്. അപ്പോൾ അവതാരക നറേറ്റർ 2 പറയുകയാണ്, ആ തെറ്റിദ്ധരിക്കപ്പെട്ടവനായി ഭയന്ന് ഏകനായി അല്ലെ ആ ഒറ്റയ്ക്ക് വിഷമത്തോടെ ആ ബാലൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവനാണെങ്കിൽ ഇത് അവനൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. കാര്യം അവൻ്റെ അമ്മ ഇങ്ങനെ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് അവനിങ്ങനെ സൈലൻ്റായിട്ട് അവൻ ഇങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്നു. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സീൻ എന്ന് പറയുന്നത് അവൻ്റെ മുകളിൽ ഒരു ചാര നിറമുള്ള ആകാശം, ഗ്രേ കളേർഡ് ക്ലൗഡ്. അപ്പോൾ ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര വിഷമത്തിൻ്റെ ഒരു സൂചന അവിടെ ആ ഒരു സീനിൽ നൽകുന്നു. നറേറ്റർ 1 ആൻഡ് ക്യാൻ സംബഡി ബി സാഡ് ഫോർ എവർ. അപ്പോൾ പറയാണ്, ഒരാൾക്ക് എക്കാലവും എല്ലാ സമയവും ദുഃഖിതനായിരിക്കാൻ കഴിയുമോ? ഓൺ ദെയർ ബി റെയിൻ ആഫ്റ്റർ എ സ്കോർച്ചിങ് സമ്മർ. അപ്പോൾ അവതാരകൻ അതായത് നറേറ്റർ 2 പറയുകയാണ്, ചുട്ടുപൊള്ളിക്കുന്ന വേനലിന് ശേഷം മഴ പെയ്യാതിരിക്കുമോ? ആൻഡ് വോണ്ട് ദെയർ ബി ഡോൺ ആഫ്റ്റർ എ മോൺഫുൾ നൈറ്റ്. ദുഃഖപൂർണമായ ഈ ഒരു രാത്രിക്ക് ശേഷം ഒരു നല്ലൊരു പ്രഭാതം അല്ലെ നല്ലൊരു മോർണിംഗ് ഉണ്ടാവത്തില്ലേ? ഡോൺ മീൻസ് മോർണിംഗ്. നറേറ്റർ 1, 2 and 3 യെസ് ദ ബോയ് വിൽ ഗെറ്റ് എ ഫ്രണ്ട് വൺ ഡേ. അവന് ഒരു ഫ്രണ്ടിനെ അവനൊരു ദിവസം കിട്ടും. എ ഫ്രണ്ട് ഫോർ ഹിം ടു ലവ് ആൻഡ് പ്ലേ. അവന് ഒരുമിച്ച് കളിക്കുവാനും എല്ലാത്തിനുമായിട്ട് അവന് ഒരു ഫ്രണ്ടിനെ അവന് കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ചെയ്യേണ്ടത്. അത് നമുക്ക് ആക്ടിവിറ്റി പ്രധാനപ്പെട്ടതല്ല, നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ,
അപ്പോൾ ആക്ടിവിറ്റി 2 നോക്കൂ. The boy loved the puppy very much. Cite instances from the script. അപ്പോൾ ആ ബോയ് ആ പട്ടിക്കുട്ടിയെ നന്നായിട്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യം നമ്മുടെ ഈ ഒരു പ്ലേയിൽ ഉണ്ട്. അത് ഈ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് എഴുതുക. ഇതൊരു സ്ക്രിപ്റ്റാണ്, ആ ഒരു സ്ക്രിപ്റ്റിൽ നിന്ന് എഴുതുക. Second question. The boy was extremely sad when he had to leave the puppy forever. He expressed his feelings in his diary that night. What would he write? അപ്പോൾ ആ ദിവസം അവനെ പട്ടിക്കുട്ടിയെ അവനെ തിരിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. അവൻ്റെ അമ്മ അതിനെ സമ്മതിച്ചില്ല. അപ്പോൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ആ ദിവസം അവൻ എന്തൊക്കെ ഫീലിങ്സ് തോന്നിയിട്ടുണ്ടാവും, അത് ഒരു ഡയറി ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ഈ ഫസ്റ്റത്തെ ഈ ഒരു പാഠം എന്ന് പറയുന്നത്.